ക്ലാസ് കേട്ട് കുറേ അമ്മമാരെ ചെർപ്പളശ്ശേരിയിൽ ഒരു ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു. അവിടുത്തെ പൂജാരി വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ പൂജിക്കുന്നില്ല. കാരണം എന്താണ്? സ്ത്രീകൾ കയറി അശുദ്ധാക്കിയിരിക്കണോ? അതാണ് സംഭവം. ഈ വിവരം അറിഞ്ഞ് മാധവിജി വരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് തന്ത്രശാസ്ത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങ് പറയണതിലൊരു പ്രമാണം വേണമല്ലോ. ഏത് വേദത്തിലാണ് അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, ഇങ്ങനെ അങ്ങനെയല്ല. എല്ലാവരും അമ്മയുടെ സൃഷ്ടികളല്ലേ, ഈശ്വരന്റെ സൃഷ്ടികളല്ലേ. ഈശ്വരന്റെ സൃഷ്ടികൾക്ക് തൊട്ടുകൂടായ്മയുണ്ടോ? ഇല്ല. അത് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഉപദേശിക്കുകയും അദ്ദേഹം മാറുകയും ചെയ്തു. ആ അമ്മമാര് ഇന്ന് എവിടെയൊക്കെയാണോ ക്ഷേത്രങ്ങൾ പുരോഗമിച്ചിട്ടുള്ളത്, ഞാനീ പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തന്മാർക്ക് ദിവസങ്ങളോളം ഊട്ടുന്ന അമ്മമാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എനിക്കറിയാം. അപ്പൊ അത് വൃത്തിയായിട്ട് നടക്കാൻ കാരണം ഈ അമ്മമാരാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രം. അവിടെ ഈ പ്രാവശ്യം അന്ന് വിജയേട്ടൻ വന്നിട്ടില്ലായിരുന്നു. അവിടുത്തെ അമ്മമാരെ അനുഭവം പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യമുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ ശനിയാഴ്ചയും അവിടുത്തെ ഹനുമാൻ സ്വാമിയെ കുളിപ്പിച്ച് അഭിഷേകം ചെയ്യാൻ ഞങ്ങൾക്ക് അമ്മമാർക്ക് അധികാരം. പറഞ്ഞ് പൂർത്തിയാക്കുന്നില്ല, കാരണം അവര് ഗദ്ഗത കണ്ഠരാവുകയാണ്. ഇത്രയും പുണ്യം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ. അതിന്റെ തന്ത്രി വിജയണ്ണ, വേറൊരു തന്ത്രിയാണെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. അവര് പറയാണ്, അവിടെ ഇന്നോളം ഒരു ഊനക്കേടും വന്നിട്ടില്ല. ഓരോ വർഷവും ക്ഷേത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആര് വന്നാലും എത്ര പേർക്കും അന്നദാനം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ എല്ലാ വർഷവും ഉത്സവത്തിന് പിരിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കും. എല്ലാ മാസവും അന്നദാനമുണ്ട്. 52 പേർ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. നിരവധി ആളുകൾക്ക് ഡയാലിസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ശ്രീരാമസേവ. ശ്രീരാമസേവ. അവിടുത്തെ ശ്രീരാമൻ അതുകൊണ്ട് ഇന്നുവരെ കോപിച്ചിട്ടില്ല. ഒറ്റക്കാര്യം മാത്രമേ വിജയേട്ടൻ ശാഠ്യത്തോട് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ നമുക്ക് പടക്കം പൊട്ടിക്കുകയും വേണ്ട, ആനേനം വേണ്ട, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പടക്കം പൊട്ടിക്കുകയും ആനേനം വാങ്ങിയുന്ന പൈസയില്ലേ, അത് ഭക്തജനങ്ങളുടെ ഇത്തരത്തിലുള്ള സേവാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. കഴിഞ്ഞ 10-20ഓളം വർഷമായി ഇത് നിരന്തരം നടക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മാതൃക. ഈ മാതൃകക്ക് തീർച്ചയായിട്ടും വിജയേട്ടന് പ്രേരണ കിട്ടിയിട്ടുള്ളത് മാധവിജി തന്നെയാണ്. അപ്പൊ മാധവിജിയുടെ സങ്കല്പങ്ങൾ ഇന്നും നടക്കുന്നു. അമ്മമാരിലൂടെ, സംഘത്തിലൂടെ, മതപാഠശാലകളിലൂടെ ഒക്കെ നടക്കുന്നു. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം പോലുള്ളതായ കൃതികൾ വായിക്കാനും പഠിക്കാനും അർത്ഥം പറയാനും പറ്റിയ എത്ര പേരെ വേണം അല്ലേ? ഇതെല്ലാം ഒരു 10-30 വർഷത്തിന് മുമ്പൊന്നും ചിന്തിക്കാൻ പറ്റില്ലേ? അപ്പോൾ വലിയ ഒരു ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഏത് ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് പൈസ പിരിക്കാൻ പോയാൽ 100 ചോദിച്ചാൽ 1000 കൊടുക്കുന്നവരാണ് ഇന്നുള്ളത്. ഇല്ല എന്ന് പറഞ്ഞിട്ടേയില്ല, പറയില്ല. ഇപ്പോൾ പണം കൂടിയുമ്പോഴുള്ള ഒരു കുഴപ്പം, ലക്ഷ്യം മറക്കും. അല്ലേ? ലക്ഷ്യം മറക്കും. ആ ലക്ഷ്യം മറക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ വളരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അനുവദിക്കാൻ പാടുള്ളതല്ല. ക്ഷേത്ര സംരക്ഷണ സമിതി നിരവധി ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത്, ഏതാണ്ട് 550ഓളം ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്.
അവിടെ ഒന്നും തന്നെ വലിയ ആർഭാടങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായി കൊണ്ടുപോകുന്നു. അത് ഏറ്റെടുക്കരുത് എന്നാണ് മാധവജി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ അത് നശിച്ചു പോകുമായിരുന്നു. പല കേസുകളും ഇന്ന് ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭൂമി പലരും കയ്യേറി സ്വന്തമാക്കി വെച്ചു. അതെല്ലാം ക്ഷേത്രദേവൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസുകൾ, അതെല്ലാം നേടിയെടുത്തതിൽ പിന്നിൽ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വലിയൊരു പങ്കുണ്ട്. അതിന് കാരണം ഈ കൂട്ടായ്മയാണ് അതിനെല്ലാം വഴി വെച്ചത് എന്നതാണ്. ഏതാണെങ്കിലും നമ്മളിപ്പോൾ ശതാബ്ദി ആഘോഷങ്ങൾ പോവുകയാണ്. നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം, വിജയൻ കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതായത് ഇപ്പം തമിഴ്നാട് പറയുന്നത് ഞങ്ങൾ വേറെ രാജ്യക്കാരാണ്, ഞങ്ങൾക്ക് ഈ നാടിനോടൊന്നും വലിയ ബന്ധമൊന്നുമില്ല, അല്ലേ? കേട്ടിട്ടില്ല, ഭക്തിയില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ തമിഴിലെ ഏതെങ്കിലും കൃതി, അപ്പർ സുന്ദർ, മാണിക്യവാസകർ, തിരുജ്ഞാന സംബന്ധർ, തിരുമൂലർ, ഏതു നോക്കിയാലും ആഗമശാസ്ത്രത്തിൻ്റെ പൊരുളാണ്. ഈ ആഗമശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാധവജിയാണ്. അഗസ്ത്യരും ഭോഗരും പുലിപ്പാണി ചിത്തരെ തുടങ്ങിയതായിട്ടുള്ള മഹാന്മാരെ കുറിച്ച് ഞാൻ മാധവജി പറഞ്ഞത് കേട്ട് വിജയേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കേൾക്കുന്നത്. ഇന്നലെ ഈ സമയത്ത് ഞാൻ ചെന്നൈയിലെ ഒരു പരിപാടിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇന്റർനാഷണൽ യോഗയുടെ പരിപാടിയോടനുബന്ധിച്ച് അവർക്ക് പോലും അത്ഭുതമാണ്. അയ്യോ, അങ്ങനെയാണോ? തിരുമന്ത്രത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമാണ്. പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ സുബ്രഹ്മണ്യ തത്വം എന്താ മാധവജി എഴുതി വെച്ചിട്ടുണ്ട്. ആ തത്വം ശരിക്ക് തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തിയാണ്, ഈശ്വരീയതയാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നിരീശ്വരവാദികളുടെ ഒരു 10 മടങ്ങ് നിരീശ്വരവാദികളാണ് തമിഴ്നാട് ഭരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ തമിഴന്മാർക്കൊരു ഗുണമുണ്ട്, അവര് ഈശ്വരനെ തൊട്ട് കളിച്ചാൽ വിവരമറിയും. നാളെ ഈ സമയത്ത് മുരുകന്റെ 6 പടൈ വീട് എന്ന് പ്രഖ്യാപിതമായ മധുരക്കടുത്തിലുള്ളതായ തിരുപ്പറംകുன்றത്ത് ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകളാണ് അത്ര വരാൻ പോകുന്നത്. യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ഒക്കെ പങ്കെടുക്കാൻ പോവുക. അതിന് കാരണം തിരുപ്പറംകുன்றம் ക്ഷേത്രത്തിൻ്റെ മലമുകളിലെ ആടിനെയൊക്കെ പച്ചക്ക് വെട്ടി മാംസം പാകം ചെയ്ത് ക്ഷേത്രവിരുദ്ധമായ എന്തെല്ലാം കാര്യമാണ് അതെല്ലാം ചെയ്തോളൂ എന്ന് അനുമതി കൊടുത്തിരിക്കുക. അപ്പോഴാണ് അവിടുത്തെ അമ്മമാര് പറഞ്ഞത്, ഇനി ആടിനായി വരുന്നവനെ ഞങ്ങൾ ആദ്യം വിട്ടു. കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ഈ ഭഗവാന്റെ തിരുമുമ്പിൽ പൂവിറ്റിട്ടും മറ്റൊക്കെ ചെയ്തതാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ ഭഗവാന് എതിരായിട്ട് വന്നാൽ ഏതവൻ വന്നാലും ഞങ്ങൾ വിടില്ല എന്നാണ്. നിങ്ങൾ ചാനലിൽ കണ്ടതാണല്ലോ അല്ലേ? മുട്ടുമടക്കേണ്ടി വന്നു. പോലീസുകാരെല്ലാം ഉണ്ട്. നാളെ അവിടെ ലക്ഷങ്ങൾ അണിനിരക്കുക. ലോകത്ത് 27 രാജ്യങ്ങളിലുള്ള മുരുകഭക്തന്മാരാണ് അവിടെ വരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇന്നും എന്താ പറയുക, ഈ അറിയാത്ത വെള്ളക്ക് ചൊറിയുമ്പോൾ അറിയാമെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ചിലപ്പോൾ ഒന്ന് ചൊറിയണം. ശബരിമല ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ തൊട്ട് കളിച്ചപ്പോഴാണ് ചിലരെല്ലാം വിവരമറിഞ്ഞത്, അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും വെറും ബൊമ്മയെ വെച്ചുകൊണ്ടുള്ള കളിയല്ല. ഇതിന്റെ പിന്നിലൊക്കെ വളരെ കൃത്യമായ ചില ശാസ്ത്രമുണ്ട്. 3 ഭാര്യമാരുള്ള കരുണാനിധി അദ്ദേഹം ശ്രീരാമചന്ദ്രനെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ മറീന ബീച്ചിൽ ഒരിക്കലും ഒരു പ്രസംഗം നടത്തി. അവരുടെ ലക്ഷ്യം ശ്രീലങ്കയിലേക്കുള്ള ഒരു പാലം നമ്മുടെ ശ്രീരാമനും കൂട്ടരൊക്കെ പണിതല്ലോ, ഹനുമാൻ സാങ്കേതിക കൂടി, അത് തകർക്കുക. ഈ രാമായണമൊക്കെ മിത്തല്ലേ, അത് പൊളിച്ചു കളയാങ്ങട്. പിന്നെ ചില ആളുകൾ പറയുന്നു ഇത് പാലം കെട്ടിയത്രേ. ശ്രീരാമചന്ദ്രൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ബിടെക് എടുത്തത്?
പതിനായിരങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഇങ്ങനെ 3/4 മണിക്കൂറോളം അധിക്ഷേപിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാക്കുന്നതിന് മുമ്പ് മുത്തുവേൽ കരുണാനിധി എന്ന് പറയുന്ന ആ മനുഷ്യൻ തളർന്നു വീഴുകയാണ് അവിടേക്ക്. അദ്ദേഹത്തെ ഉടൻ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഒരാഴ്ച ചികിത്സിച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇനി എണീറ്റിരിക്കുമെന്ന് തോന്നില്ല എന്നാണ്. ഉടൻ ആരോ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇവിടെ ശ്രീരാമചന്ദ്ര മെഡിക്കൽ മിഷൻ അവിടേക്ക് കൊണ്ടുപോകാം. അവിടെ നല്ല ഡോക്ടർമാരുണ്ട്. അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് കരുണാനിധി വീൽ ചെയറിലിരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല പിന്നെ ജന്മത്തിൽ. ഇത് നടന്ന സംഭവമാണ്. ഇന്നും ഈ കരുണാനിധിയുടെ വീട്ടില് എല്ലാ തരത്തിലുള്ള പൂജകളും നടക്കുന്നുണ്ട്. അയാളുടെ മകന്റെ ഭാര്യ നമ്മുടെ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് തങ്ങ കൊടുത്തൊക്കെ നമുക്കറിയാം. അവര് പറയും, പക്ഷേ ഇതുമെന്ന് വിട്ടിട്ടുള്ള കളിയില്ല. പറഞ്ഞു വരുന്ന ഇതാണ്, ഇത് അന്ധവിശ്വാസമോ ഊഹാപോഹമോ ഒന്നുമല്ല. ഇത് കൃത്യമായി ഋഷീശ്വരന്മാര് ഈ ലോകത്തിന് നന്മയുണ്ടാവേണമേ എന്ന് പ്രാർത്ഥിച്ച ഋഷീശ്വരന്മാരുടെ ഉപാധിയാണ്, ഉപാസനാ സംഗീതങ്ങളാണ്. അത് ഹൈലി പവർഫുള്ളാണത്. അത് ഹാൻഡിൽ വിത്ത് കെയർ, ശ്രദ്ധിച്ചുപയോഗിക്കുക. ശ്രദ്ധിച്ച് അതിനെ കൈകാര്യം ചെയ്യാത്ത പലരും നമ്മുടെ കേരളത്തിലെ പണി കിട്ടിയിട്ടുണ്ട്, നമുക്കറിയാം. രാത്രിയുടെ മറവിൽ ഭഗവാന്റെ തിരുനടയിൽ കയറാൻ ശ്രമിച്ചവർ തിരിച്ചു വന്നപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ആണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ തെണ്ടി നടക്കുകയാണ്, എൻ്റെ ഭർത്താവ് പോയേ എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. അപ്പം നമുക്ക് അറിയാനുള്ള ഒറ്റ കാരണം ഇതാണ്, ഗുരുപരമ്പര സമ്മാനിച്ച മഹത്തായൊരു വിജ്ഞാനം. ആ വിജ്ഞാനത്തെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള മഹാരഥന്മാർ. അപ്പം മാധവജിയെ നമ്മൾ ആരാധിക്കുമ്പോൾ മാധവജിയിൽ നിന്ന് പുറകിലേക്ക് പോകുന്ന പരമ്പരയുണ്ട്. ഇതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അടങ്ങുന്നതായ വലിയ പരമ്പരയുണ്ട്. ഈ പരമ്പരയെല്ലാം നമുക്ക് സമ്മാനിച്ച വിലമതിയാത്ത ഒരു ധനമാണ്. ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രത്തിന്റെ 100-ാം വർഷമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഹോമം മന്ത്രം അതിന്റെ 100-ാം വർഷമാണ്. ശ്രീനാരായണ ധർമ്മം അതിന്റെ 100-ാം വർഷമാണ്. സനാതന ധർമ്മമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും അല്ല നിങ്ങൾ അമ്പലത്തിൽ പോരുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കക്ഷികളും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം ക്ഷേത്രത്തെ നശിപ്പിക്കുക, രാജ്യത്തെ ഇല്ലാതാക്കുക. അവർ കൃത്യമായി നമുക്കറിയാം, ഈ നാടിനെ നശിപ്പിക്കണം എന്ന് ഇതിൻ്റെ ഭാഗമായി പണമിറക്കിയിട്ടുള്ള ഭീകരവാദികളും അതുപോലെ രാജ്യത്തിൻ്റെ ആളുകളുടെ നിന്ന് പണം വാങ്ങിയവരാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കണം. ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നാം മാധവജിയുടെ ശതാബ്ദി ആഘോഷിക്കേണ്ടത്. ഒരു കാര്യം ഓർക്കേണ്ടത്, മാധവജിയെ ഈ രാഷ്ട്ര പുരുഷന്റെ പൂജയ്ക്ക് വേണ്ടി നിയോഗിച്ച ഒരു സന്യാസിയുടെ പേര് നമ്മൾ മറക്കരുത്. ആ സന്യാസിയുടെ പേരാണ് ഗുരുജി ഗോൾവൽക്കർ. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരാണ് സ്വാമി അഖണ്ഡാനന്ദൻ. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരാണ് രാമകൃഷ്ണ പരമ